എല്ലാ മാന്യ പ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം മൂന്നാം ലോകമഹായുദ്ധത്തെപ്പറ്റി ലോകരാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാണ് നിർത്തിയത്. ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം തീർക്കാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു. അതിന് പരിഹാരമായി പറയുന്നത് ഇസ്രായേൽ രണ്ടായി വിഭജിച്ച് ഒരു ഭാഗം പലസ്തീനിന് വിട്ടുകൊടുക്കുക എന്നതാണ്. എന്നാൽ ഇസ്രായേൽ അതിന് തയ്യാറല്ല. ഈ കാരണം കൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളിൽ മിക്കതും ഇസ്രായേലിന് എതിരായി നിൽക്കുന്നു. എന്നാൽ നമ്മളുടെ കൈവശമിരിക്കുന്ന ഈ സത്യവേദപുസ്തകം പറയുന്നു, ഒരു രാഷ്ട്രമോ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങളും ഒറ്റക്കെട്ടായി ശ്രമിച്ചാലും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തിയാലും ഇസ്രായേൽ രണ്ടായി വിഭജിക്കപ്പെടുകയില്ല. നമുക്കൊരു വചനം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി രണ്ട് ജാതി ആയിരിക്കുകയില്ല, രണ്ട് രാജ്യമായി പിരിയുകയുമില്ല. മധ്യപൂർവ്വ ദേശങ്ങളിൽ സമാധാനം സ്ഥാപിക്കാനായി അനേക രാഷ്ട്രത്തലവന്മാർ ഇസ്രായേലിൻ്റെയും പലസ്തീൻ്റെയും മധ്യസ്ഥതയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. 2023 ഖത്തർ ഇതിനായി മുന്നോട്ട് വന്നു. എന്നാൽ ആ സമയത്ത് പലസ്തീനിലെ ഉഗ്രവാദി സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഇസ്മായിൽ ഹനിയെ ഖത്തറിൽ താമസിക്കുകയായിരുന്നു. അന്ന് ഇസ്രായേൽ ഖത്തറിനോട് ആവശ്യപ്പെട്ടു ഇസ്മായിൽ ഹനിയെയും മറ്റ് പലസ്തീൻ നേതാക്കളെയും അവരുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ. എന്നാൽ അത് ഖത്തർ വിസമ്മതിച്ചു. ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ലീഡറും ഫണ്ട് റൈസറുമായിരുന്ന ഇസ്മായിൽ ഹനിയെ എല്ലാ ഉഗ്രവാദി സംഘടനകളുടെയും ഉറവിടവും രക്ഷകരുമായ ഇറാനിൽ വെച്ച് ഇറാനിയൻ പ്രസിഡൻറ്റിൻ്റെ അതീവ സുരക്ഷതയുള്ള ഇടത്ത് തന്നെ താമസിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് 30/7/2024 വധിച്ചു. ഇത് പലസ്തീനെയും ഹമാസിനെയും അതിലേറെ ഇറാനെയും പ്രതിസന്ധിയിലാക്കി. 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെയുള്ള ഹമാസ് ആക്രമണത്തിന് ശേഷം ലോകത്തെമ്പാടുമുള്ള ഉഗ്രവാദി സംഘടനകളെ ഉന്മൂലനാശം ചെയ്യുക എന്നത് ഇസ്രായേലിൻ്റെ സങ്കല്പമാണ്. ഇസ്മായിൽ ഹനിയയുടെ വധം ഇറാനിലെ പ്രസിഡൻറ്റിൻ്റെ വസതിക്ക് അടുത്ത് വെച്ച്, അതായത് തെഹ്റാനിലെ അതീവ സുരക്ഷയുടെ നടുവിൽ വെച്ച് തന്നെ നടന്നു. ഇത് ഇറാനിന് വളരെ നാണക്കേടുണ്ടാക്കി. ഇത് ഇസ്രായേലിന് എതിരായ സംഘർഷങ്ങൾക്ക് എരിവ് കൂട്ടി. തൽഫലമായി ഇസ്രായേലും ഹമാസുമായി യുദ്ധം നടക്കുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ മറ്റ് അതിർത്തികളിലൂടെ ഇറാനിയൻ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ള സിറിയയിലൂടെയും ലെബാനോനിലൂടെയും ആക്രമണം അഴിച്ചുവിട്ടു. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിരുന്ന ആളായിരുന്നു ഇറാനിയൻ പ്രസിഡൻറ്റ് ഇബ്രാഹിം റൈസി. 2024 മെയ് മാസം 19 ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ ക്രാഷിൽ കൊല്ലപ്പെടുന്നു. ഇതിൻ്റെയും പിന്നിൽ മൊസാദ് തന്നെയാണെന്ന സത്യം
എല്ലാവർക്കും അറിയാവുന്നതാണ്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെയുള്ള ഹമാസ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു യഹിയ സിൻവാർ. ഇദ്ദേഹം 17/10/2024 കൊല്ലപ്പെടുന്നു. എങ്ങനെയാണ് മൊസാദ് ഇദ്ദേഹത്തെ വധിച്ചതെന്ന് ന്യൂസ് ചാനലിൽ കൂടി നാം എല്ലാവരും കണ്ടതാണ്. ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിൻ്റെ നേതൃസ്ഥാനത്തിരുന്ന എല്ലാ നേതാക്കളെയും വകവരുത്തി. ഒരു പിക്ചർ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കാണാതെ. അടുത്തതായി തുർക്കിയുടെ പ്രസിഡന്റ് റെസെപ് തയ്യബ് എർദോഗൻ്റെ കാലം അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ എർദോഗനും ഉണ്ട്. തുർക്കിയെ ഇസ്രായേൽ വെറുതെ വിടുകയില്ല. കാരണം തുർക്കി ഇസ്രായേലുമായുള്ള എല്ലാ കരാറുകളും വേർപെടുത്തിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? ഒരു വാക്യം വായിക്കാം. സക്കറിയ 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം മറ്റു ചില കാര്യങ്ങൾ ഇസ്രായേലിനെതിരായി നടക്കുകയുണ്ടായി. അന്ന് ന്യൂസിൽ വന്ന വാർത്ത ഇതായിരുന്നു: ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അതായത് ICC, പ്രോസിക്യൂട്ടേഴ്സ് ആപ്ലിക്കേഷൻ ഫോർ അറസ്റ്റ് വാറൻറ്റ്സ് ടാർഗറ്റിംഗ് ഇസ്രായേൽസ് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ആൻഡ് ഡിഫൻസ് മിനിസ്റ്റർ യോവാവ് ഗാലന്റ് ഫേസ് അക്യൂസേഷൻസ് ഓഫ് വാർ ക്രൈംസ് ആൻഡ് ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി by ICC prosecutor Karim Khan. Recent reports indicates that the UK Labour government has reserved its decision to withdraw objections to the International Criminal Court ICC prosecutor's application for arrest warrant targeting Israel's Prime Minister Benjamin Netanyahu and Defense Minister യോവ് ഗാലന്റ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം തറപ്പിച്ച് പറഞ്ഞ സീസ് ഫയർ നടപ്പാക്കാം, പക്ഷേ യുദ്ധം അന്ന് വരെ നടന്നുകൊണ്ടിരിക്കും എന്നുവരെ ഹമാസിൻ്റെയും മറ്റ് തീവ്രവാദി സംഘടനകളുടെയും അവസാനത്തെ വ്യക്തി വരെ കൊല്ലപ്പെടുന്നില്ലയോ അന്നുവരെ. നാം വായിച്ച വചനത്തിൽ വളരെ കൃത്യതയോടെ പറയുന്നു: പലസ്തീനിൻ്റെയും ഇസ്രായേലിൻ്റെയും മധ്യസ്ഥതയ്ക്കായി ആര് വന്നാലും അവരുടെ തലയിൽ ഇസ്രായേലിനെ ഒരു ഭാരിച്ച കല്ലാക്കി വയ്ക്കുമെന്നും ആ കല്ല് അത് ചുമക്കുന്നവരൊക്കെ മുറിവ് ഏൽപ്പിക്കുമെന്നും. അതിനർത്ഥം പലസ്തീനിൻ്റെയും ഇസ്രായേലിൻ്റെയും വിഷയത്തിൽ ആരിടപെട്ടാലും ആ ഇടപെടുന്നവരൊക്കെ അനർത്ഥം സംഭവിക്കുമെന്നും ആ വിഷയം ആരാലും ഒത്തുതീർപ്പ് ചെയ്യാനും സാധ്യമല്ല എന്ന് ദൈവം കൃത്യമായി പറയുന്നു. അതിന് തെളിവായി ഈ പ്രവചനം ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ കൈവശം ഇരിക്കുന്ന ഈ സത്യവേദ പുസ്തകം എത്ര സത്യവും എത്ര കൃത്യവും ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ കൈവശമിരിക്കുന്ന ഈ സത്യവേദ പുസ്തകത്തെ പ്രവചനങ്ങളുടെ പുസ്തകം എന്നും പറയാറുണ്ട്. ഇതിൽ രാഷ്ട്രങ്ങളെപ്പറ്റിയും ഭരണാധികാരികളെപ്പറ്റിയും വ്യക്തികളെപ്പറ്റിയും അനേകം പ്രവചനങ്ങളുണ്ട്. ഈ പ്രവചനങ്ങളൊക്കെയും അതാതിൻ്റെ നിശ്ചിത സമയത്ത് നിശ്ചിത ഇടങ്ങളിൽ നടന്നിട്ടുണ്ട്. കുറച്ച് പ്രവചനങ്ങൾ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ചിലത് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ, അതായത് 2024 അവസാന മാസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ പലസ്തീൻ്റെ യുദ്ധം, ഇസ്രായേൽ ഹമാസിൻ്റെ യുദ്ധം,
ഇസ്രായേൽ ഹെസ്ബുള്ള യുദ്ധം, ഇസ്രായേൽ ലബാനോൻ യുദ്ധം, ഇസ്രായേൽ ഹൗതി യുദ്ധം. എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമായിരുന്നു. ഈ യുദ്ധങ്ങളുടെ കേന്ദ്രമായി നിന്നത് ഗാസ ആൻഡ് റാഫ ആയിരുന്നു. 2023 ഒക്ടോബർ 7 നടന്ന അറ്റാക്കിനെ പറ്റി അന്ന് ന്യൂസിൽ വന്ന വാർത്ത ഇതായിരുന്നു: ഓൺ October 7, 2023, Hamas in an assault that it dubbed Operation Al-Aqsa Flood led the most devastating attack on Israel since its independence. I began with a barrage of at least 2,200 rockets in just 20 minutes, providing cover for at least 1,500 militants who infiltrated Israel, killing 1,200 people and taking more than 250 hostages. 2023 ഒക്ടോബർ 7 ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ വെള്ളപ്പൊക്കം എന്ന് വിളിച്ച ഒരു ആക്രമണത്തിൽ ഇസ്രായേലിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വിനാശകരമായ ആക്രമണത്തിന് നേതൃത്വം നൽകി. വെറും 20 മിനിറ്റിനുള്ളിൽ കുറഞ്ഞത് 2200 റോക്കറ്റുകളുടെ ഒരു ആക്രമണം നടത്തി തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറാനുള്ള മറയാക്കിക്കൊണ്ടാണ് ഇത് ആരംഭിച്ചത്. ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ 1500 തീവ്രവാദികൾ 1200 പേരെ കൊല്ലുകയും 250-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഈ സംഭവം ഇങ്ങനെ നടക്കുമെന്ന് 2750 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BC 755 ആമോസ് എന്ന പ്രവാചകൻ ബൈബിളിൽ എഴുതി വെച്ചു. ആ പ്രവചനം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് നടന്നു. ആ വചനം ഇവിടെ ഒന്നുകൂടി വായിക്കാം. ആമോസ് 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഗസയുടെ 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിന് ഏൽപ്പിക്കേണ്ടതിനും ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഒരുപക്ഷെ നിങ്ങളൊക്കെ TV ചാനലിലൂടെ കണ്ടു കാണും ഗസയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരൊറ്റ ബിൽഡിംഗ് പോലും ഇല്ലാതെ കോൺക്രീറ്റിൻ്റെയും ഇഷ്ടികയുടെയും കൂമ്പാരങ്ങൾ മാത്രമാണ് ഇന്ന് ഗസയും റാഫയുമൊക്കെ. ഇതൊക്കെയും കണ്ടിട്ടും ലോകരാഷ്ട്രങ്ങൾ പറയുന്നു ഇവിടെ സീസ് ഫയർ നടപ്പാക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും. എന്നാൽ ഇസ്രായേലിൻ്റെ വക്താവ് പറയുന്നു സീസ് ഫയർ നടപ്പാക്കാം, എന്നാൽ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും എന്ന്. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.